കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വന്ന ദൈവമുമ്പാകെ നമ്മളെ തന്നെ വിജയപ്പെടുത്താൻ കർത്താവ് നൽകിയ സാവകാശം ശ്രേഷ്ഠമായി നമുക്കെണ്ണാം. നമ്മുടെ കണ്ണെ കണ്ടുതരുന്നു. കാലിനെ വീഴ്ചയെന്നും പ്രാണമരണത്തിനും പിടിവെച്ച ജീവനുള്ളവനായ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. എൻ്റെ കാൽ വഴുതുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ ശ്രേഷ്ഠഭുജത്തിൽ വഹിക്കുന്ന ഉന്നതനായ ദൈവത്തിന് സ്തോത്രം ചെയ്ത് തിരുമേനിയെ വാഴ്ത്താം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എൻ്റെ സഹായം ഇവിടെ ഒന്ന് വരും. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്നു നമ്മുടെ സഹായം വരുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത ഗമനത്തെയും ആഗമനത്തെയും പ്രാണനെയും പരിപാലിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഗമനത്തെ മാത്രമല്ല, ആഗമനത്തെയും പ്രാണനെയും പരിപാലിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ആ ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങാതെ ഉറങ്ങാതെ നമ്മളെ കാവൽ ചെയ്യുന്നതിനാൽ നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവിടുന്ന് ഒരു നന്മയ്ക്കും മുടക്കം വരുത്തില്ല. നേരോടെ നടക്കാൻ തയ്യാറാകൂ. ഒരു നന്മയ്ക്കും മുടക്കം വരുത്താത്ത ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഇരുള മൂടുമ്പോൾ, വേദനകൾ വരുമ്പോൾ, സംഘർഷങ്ങൾ വരുമ്പോൾ, സങ്കടങ്ങൾ വരുമ്പോൾ സൂര്യനായി, പരിചയായി, വെളിച്ചമായി, ഉഷ്ണത്തിൽ തണലായി, കൊടുങ്കാറ്റിൽ ശരണമായി ഒക്കെ വെളിപ്പെടുന്ന ഒരു ദൈവമുണ്ടാകും. അവിടുത്തെ മുൻപാകെ ഇന്ന് പകലിലും ഏൽപ്പിച്ച അബ്ബാ പിതാവേ എന്ന് വിളിച്ച ദൈവമുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. തങ്ങളിലേക്ക് അഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് നമ്മളെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ കണ്ണുകൾ നമ്മളെ ദർശിക്കുന്നു. അവിടുത്തെ ദൃഷ്ടി നമ്മുടെ മേൽ പതിക്കുന്നു. എല്ലാറ്റിനായും നമുക്ക് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താം. സമുദ്രത്തിൻ്റെ അറ്റത്ത് നിന്ന് പാർത്താലും, കൂരിൽ താഴ്വര വന്നാലും, മരണത്തിൻ്റെ നിഴൽ വന്നാലും അവിടെയും നമുക്കൊരു പ്രത്യാശയുണ്ട്. കർത്താവ് നമ്മോട് കൂടെ ഇരിക്കുന്നു. നോക്കൂ, യോസഫിനെ പറ്റി ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവം യോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സങ്കടങ്ങളും കഷ്ടങ്ങളും പെരുകിയപ്പോഴും യോസഫിനെ ദൈവം മറന്നില്ല കേട്ടോ. ദൈവം കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിലും നമ്മുടെ കൂടെ സർവശക്തനായ ദൈവം, ഉന്നതനായ ദൈവം, ശാശ്വതവാസി, പരിശുദ്ധനെന്ന നാമമുള്ളവൻ എൻ്റെ കുടുംബത്തിൻ്റെ കൂടെയുണ്ട് എന്ന് വിളിച്ചു പറയാൻ എത്ര പേർ തയ്യാറാകും? അവരെ ദൈവം ഇന്ന് പകലും സഹായിക്കും. കൂടെ ഇരിക്കാമെന്ന് നോക്കൂ. കർത്താവ് തന്നെ തൻ്റെ ജനത്തോട് പറയുന്ന പ്രസ്താവന, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഇരിക്കും. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എല്ലാ നാളും, ഒരു ദിവസമൊന്നല്ല, എല്ലാ ദിവസവും കൂടെ ഇരിക്കുന്ന ഉന്നതനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ നമുക്കൊന്ന് തിരിച്ചറിയാൻ അവിടുന്ന് നമ്മയെല്ലാം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അകത്ത് വേദന വരുമ്പോൾ, ഭാരം വരുമ്പോൾ, തളർന്നു കിടക്കുമ്പോൾ, ക്ഷീണിതനാകുമ്പോൾ എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്നോർത്ത് പരാജയത്തെ കണ്ട് വേദനിക്കുമ്പോൾ
ആ പരാജയത്തെയും വിജയമാക്കി മാറ്റാൻ, പരാജയപ്പെട്ടു എന്നോർത്ത് ഇനിയും ഞാൻ എന്ത് ചെയ്യുമെന്നോർത്ത് കിടക്കുന്ന ചിലരോട് പറയുന്നു, ആ പരാജയത്തെ വിജയമാക്കാൻ ദൈവത്തിന് ഇന്നും കഴിയുമെന്ന് വിശ്വസിക്കാൻ തയ്യാറാകണം. അല്പസമയത്തെ ചിന്തയ്ക്കായി ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം 12-ാമത്തെ വാക്യം നമുക്കെല്ലാം സുപരിതമാണ്. പകൽ കഴിയാറായപ്പോൾ പന്തിരുവർ അടുത്തു വന്നവനോട്, ഇവിടെ നാം മരുഭൂമിയിൽ ആയിരിക്കുകൊണ്ട് പുരുഷാരം ചുറ്റുമുള്ള ഗ്രാമങ്ങളിലും വീടുകളിലും പോയി രാത്രി പാർക്കാനും ആഹാരം വാങ്ങുവാനും വേണ്ടി അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. പകൽ കഴിയാറാകുന്നു. പകൽ കഴിയുമ്പോൾ സന്ധ്യയാകും, രാത്രിയാകും. അതും സാഹചര്യങ്ങളെതിരാണ്, മരുഭൂമിയുമാണ്. അവിടെ അങ്ങനെ നിൽക്കാൻ പറ്റുകയില്ല, കിടക്കാൻ പറ്റില്ല. ഇവരുടെ വലിയൊരു സങ്കടം, പരാതിയുടെ കെട്ട് യേശുവിൻ്റെ മുമ്പിൽ അഴിച്ചുവിടി. ഒന്ന്, ഇവിടെ നാം മരുഭൂമിയിലായിരിക്കുകയാണ്. നല്ല ഒരു അന്തരീക്ഷത്തിലല്ല, വരൾച്ചയുള്ള ഇടം, തണലില്ലാത്ത ഇടം, ദൈവപ്രവർത്തിക്ക് അനുയോജ്യമല്ലാത്ത സാഹചര്യം, സാധ്യതകൾ അസ്തമിച്ച മരുഭൂമി, വഴിയില്ലാത്ത മരുഭൂമി. അപ്പോൾ നോക്കൂ, നേരം വൈകുന്നു, പകൽ കഴിയുന്നു. ഇനിയും ബാക്കി ഒന്നുകൂടെ കാണാനുള്ള സാഹചര്യമില്ല. ഒന്നാമത് മരുഭൂമി. നേരം കൂടെ വൈകിയാൽ മരുഭൂമിയിൽ എന്ത് ചെയ്യും? പറഞ്ഞു വിടാനാണ് പറയുന്നത്. സാധ്യത അസ്തമിച്ചതുകൊണ്ട് ശിഷ്യന്മാർ വന്ന് പറയുകയാണ്, പറഞ്ഞു വിട്ടേര്, അവരെ വിട്ടേക്കൂ, നമ്മുടെ പക്കൽ സോഴ്സ് ഇല്ല. പക്ഷേ യേശു പറഞ്ഞു, സോഴ്സ് ഇല്ലെന്ന് നിങ്ങൾ പറയരുത്, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം. ഇവർ അമ്പരന്നു പോയി. സാധ്യതകളില്ലാത്ത, സാഹചര്യങ്ങളില്ലാത്ത ഇടത്ത് യേശു പറയും, നിങ്ങളെ കൊണ്ടത് ചെയ്യാൻ എനിക്ക് പദ്ധതിയുണ്ട്. അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിക്കാൻ മരുഭൂമിയിലും കൊടുങ്കാറ്റിലും സമുദ്രത്തിലും കഴിവുള്ളവൻ വിളിച്ചു പറയുന്നു, ഇങ്ങനെ വിടാനല്ല ഞാൻ എൻ്റെ ജനത്തെ മരുഭൂമിയിൽ ഇത്രയും ദിവസം നിർത്തിയത്. നിങ്ങളെക്കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കാൻ ഈ മരുഭൂമിയിലും എനിക്ക് കഴിയും. മരുഭൂമിയുടെ അവസ്ഥയിൽ നീ തളർന്നു കിടക്കുമ്പോൾ, ഏലിയാവേ, ഇവിടെ നിന്നെക്കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കാൻ എനിക്ക് കഴിയും, നിന്നെ എനിക്ക് യൂസ് ചെയ്യാൻ കഴിയും. നീ എൻ്റെ എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ട് കിടക്കുന്ന ഇടത്തു നിന്ന് നിന്നെ എഴുന്നേൽപ്പിച്ച് ഈ കിടക്കയിൽ നിന്ന് അടുത്ത ഒരു തലത്തിലേക്ക് കൊണ്ടുപോയി എൻ്റെ പർവ്വതത്തിലേക്ക് നയിച്ച് എൻ്റെ സംസാരം നിന്നെ കേൾപ്പിച്ച് നിന്നിലൂടെ എലീശയെ അഭിഷേകം ചെയ്ത് അടുത്ത ചിലരെ ഉദ്ധരിക്കുവാൻ എനിക്ക് പദ്ധതിയുള്ളപ്പോൾ നീ ഇങ്ങനെ കിടക്കണ്ട, നിന്നിലൂടെ ചില ദൈവപ്രവൃത്തി ചെയ്യാൻ. യെസ്, എവിടെ ചില കരുതലെന്ന് നീ ചിന്തിക്കുമ്പോൾ ഉള്ള കരുതലിനെ എൻ്റെ കരത്തിൽ കൊണ്ടുവരാൻ തയ്യാറാകുമെങ്കിൽ നിന്റെ ബുദ്ധിയെ ഞാൻ തുറക്കും, നിന്റെ കൈകളുടെ പ്രവൃത്തിയെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ വിശ്വാസത്തെ ഞാൻ ആദരിക്കും. നിന്റെ അകത്ത് വ്യാപരിക്കുന്ന വിശ്വാസത്തിന്റെ ശക്തിയാൽ നീ ഏൽപ്പിച്ചു തരുമെങ്കിൽ നിന്നിലൂടെ തന്നെ ചില ദൈവപ്രവൃത്തികൾ നേരം വൈകുമ്പോൾ, സന്ധ്യയാകുമ്പോൾ, ഇരുട്ട് മൂടുമ്പോൾ, ഡെസേർട്ട് എന്ന് നീ പറയുമ്പോൾ, ഇവിടെ എന്നെ കൊണ്ടൊന്നും പറ്റില്ലെന്ന് നീ പറയുമ്പോൾ, നീ തളർന്നു കിടക്കുകയല്ലേ? ഇവിടെയാണ്. വെറും കൈയോടെ നീ പോവണ്ട, പറഞ്ഞു വിടണ്ട. പറഞ്ഞു വിടുന്നത് സമൃദ്ധിയായി തൃപ്തിയാക്കി നിന്നെ അയച്ചുകൊണ്ടായിരിക്കുമെന്ന് ഇന്ന് പകൽ ദൂത് വിളിച്ചു പറയുന്നു. നിന്നെ പറഞ്ഞു വിടുന്നതേ
തൃപ്തിയാക്കിക്കൊണ്ട. വിശ്വസിക്കാമോ? വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് പകൽ സ്തോത്രം ചെയ്യേ. എന്നെ തൃപ്തനാക്കിക്കൊണ്ട് എൻ്റെ ദൈവം എന്നെ പറഞ്ഞു വിടത്തുള്ളൂ. 3 ദിവസം പാദപീഠത്തിങ്കലായിരുന്നവരെ സംതൃപ്തിയോടെ നിറച്ചയച്ചെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ വരുന്നവരെ വെറുതെ അയക്കില്ല. നിൻ്റെ വിഷയം ഇന്ന് പകൽ എത്ര പ്രശ്നമാകട്ടെ, മരുഭൂമിയുടെ അവസ്ഥയാകട്ടെ, തകർന്നതാകട്ടെ, തളർന്നതാകട്ടെ, നിരാശ മൂടുന്നതാകട്ടെ, സന്ധ്യയാകുന്നു, ഇരുട്ട് മൂടുന്നു, ഇതൊക്കെ സത്യമാണ്. പക്ഷേ അതിൻ്റെ അകത്തും നിന്നിലൂടെ തന്നെ ചില ദൈവപ്രവർത്തികൾ ചെയ്യിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ദൂത് ഏറ്റെടുക്കാൻ ആരും തയ്യാറുണ്ട്? യേശു പറയുകയാണ്, ഇവരെ ഇങ്ങനെ പറഞ്ഞു വിടണ്ട, നിങ്ങളെക്കൊണ്ട്. യെസ്, ഒരു അന്ത്രയോസ് ചെന്നിട്ട് ഒരു ബാലകൻ്റെ കയ്യിലിരുന്ന 5 അപ്പവും 2 മീനും യേശുവിൻ്റെ കയ്യിലേക്ക് എത്തിക്കുകയാണ്. ചിലത് എത്തിക്കാൻ തയ്യാറാകൂ. നിൻ്റെ പ്രവൃത്തികളെ ദൈവം മാനിക്കും. നിൻ്റെ അകത്തുള്ള വിശ്വാസം ദൈവം മുമ്പാകെ എത്തിക്കോ. നിൻ്റെ പ്രാർത്ഥന ദൈവം മുമ്പാകെ എത്തിക്കോ. നിൻ്റെ ഡെഡിക്കേഷൻ ദൈവം മുമ്പാകെ എത്തിക്കോ. നിന്നിലൂടെ ഇന്ന് പകലും ചില വിടുതലുകൾ സംഭവിപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് വചനത്തിലൂടെ ഞാൻ വിളിച്ചു പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ മഹത്വത്തിൻ്റെ പ്രത്യാശയായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്തോത്രം. അങ്ങയുടെ മുമ്പാകെ കൊണ്ടുവന്ന ഒറ്റ വിഷയവും പരാജയപ്പെട്ടിട്ടില്ല. വൈകിയായാലും രാത്രിയായാലും ഇരുൾ വന്നാലും മരുഭൂമിയായാലും പ്രവർത്തിക്കുന്ന ഒരു ദൈവം. മരുഭൂമിയിലും പ്രവർത്തിക്കുന്നവൻ, ചെങ്കടലിലും പ്രവർത്തിക്കുന്നവൻ, കൊടുങ്കാറ്റിലും ഇറങ്ങി വന്ന് കാറ്റിനെ ശാന്തമാക്കി ആഗ്രഹിച്ച തുറമുഖത്ത് എത്തിക്കുന്ന ദൈവശക്തി ഇന്ന് പകൽ ഞങ്ങളുടെ മധ്യ വെളിപ്പെടുന്നതിനായി സ്തോത്രം. ഈ ബലത്തോടെ അവിടെ ഞങ്ങളെ നയിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ മഹത്വമുള്ള ഭുജം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തുന്നതിനായും സ്തോത്രം. സകല മഹത്വവും അങ്ങയുടെ പദപീഠത്തിങ്കൽ മാത്രം അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ വിശ്വസിപ്പീൻ. നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീനെന്ന് യേശു അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് 5 അപ്പവും 2 മീനുമല്ലാതെ അധികം ഞങ്ങളുടെ പക്കലില്ല. നിങ്ങളുടെ പക്കലുള്ളത് കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കൂ. നിങ്ങളുടെ വിശ്വാസം ദൈവമുമ്പാകെ സമർപ്പിക്കൂ. നിങ്ങളുടെ സമർപ്പണം ദൈവമുമ്പാകെ കൊണ്ടുവരൂ. നിങ്ങളുടെ വിഷയങ്ങളെ കൊണ്ടുവരൂ. ദൈവം അതിനെ കരങ്ങളിലെടുത്താൽ വലിയൊരു വർധനവ് ഇന്ന് പകലിനും ഉണ്ടാകും. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പസ്ബിജു.